പത്തനംതിട്ട കടമനിട്ട കല്ലേലിമുക്കിൽ കൺമുന്നിൽ കണ്ട ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് നാട്. വീടിന് പുറത്ത് സ്ഥാപിച്ച ലിഫ്റ്റിൽ തല കുടുങ്ങി ഭിന്നശേഷിക്കാരനായ വയോധികൻ ദാരുണമായി മരണപ്പെട്ടു. കല്ലേലിമുക്ക് സ്വദേശിയും KSRTC മുൻ ജീവനക്കാരനുമായ മാത്തുക്കുട്ടിയാണ് അപകടത്തിൽ മരിച്ചത്. ഇദ്ദേഹത്തിന് 75 വയസ്സായിരുന്നു പ്രായം. അപകട സമയത്ത് മാത്തുക്കുട്ടിയും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉടനടി സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കറന്റ് പോയതിനെ തുടർന്ന് ലിഫ്റ്റ് വഴിയിൽ കുടുങ്ങിയപ്പോൾ അദ്ദേഹം തല പുറത്തേക്കിട്ടതാകാം മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താഴ്ചയിലുള്ള വീട്ടിൽ നിന്നും ഉയരത്തിലുള്ള റോഡിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുന്നതിനായി പ്രത്യേകമായി നിർമ്മിച്ചതായിരുന്നു ഈ ലിഫ്റ്റ്. ശാരീരിക പരിമിതിയുള്ള മാത്തുക്കുട്ടിക്ക് യാത്ര സുഗമമാക്കാനാണ് കുടുംബം ഈ സംവിധാനം ഒരുക്കിയത്. നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള അടച്ചുറപ്പുള്ള ലിഫ്റ്റ് ആയിരുന്നില്ല. പകരം വീടിന് പുറത്ത് സ്ക്വയർ പൈപ്പുകളും മറ്റും ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത ഒന്നായിരുന്നു. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ ലിഫ്റ്റ് നിലയ്ക്കുകയും ഈ സമയം സ്ക്വയർ പൈപ്പുകൾക്കിടയിൽ തല കുടുങ്ങുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. KSRTCയിൽ നിന്നും വിരമിച്ച ശേഷം മാത്തുക്കുട്ടിയും ഭാര്യയും മാത്രമായിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവരുടെ മക്കൾ നിലവിൽ വിദേശത്താണ്. ഭിന്നശേഷിക്കാരനായ വയോധികന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വേദനയിലാണ് പ്രദേശം.